Hey guys, welcome back to Prapthvi. ഞാൻ Anushree. So ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇവൻ്റെ ഓരോ സ്റ്റേജസിലും നമ്മൾ ഇവന് കളിക്കാൻ വേണ്ടിയിട്ട് ഓരോ സെറ്റപ്പ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ അകത്ത് കോർട്ട്യാർഡ് ഉണ്ടല്ലോ, അതിൽ തന്നെ നമ്മൾ ഒരുപാട് തവണ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെറ്റപ്പ്. കാരണം ആദ്യം അവിടെ ഫുൾ സ്റ്റോൺസും ടൈൽസൊക്കെ ആയിട്ട് അപ്പോൾ ഭയങ്കര റിസ്കി ആയിരുന്നു. മോൻ വീഴാൻ ചാൻസ് ഉള്ള കാരണം നമ്മൾ അതിൻ്റെ സെറ്റപ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നു ഒരു തവണ. ഈ ഒരു സ്പേസ് എന്നുള്ള രീതിയിൽ നമ്മളൊരു കനോപ്പി സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേ ഹൗസ് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം വിചാരിച്ചു നമ്മളൊരു ടെൻറ്റ് സെറ്റപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പം വിചാരിച്ചു ഇവിടെ കാർഡ്ബോർഡ് ബോക്സസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഒരു പ്ലേ ഹൗസ് പോലെ കുഞ്ഞൊരു വീട് പോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സംഭവം റെഡിയാക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. പതുക്കെ ചെയ്തതാണ്. അവനെന്തായാലും ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. മൂപ്പര് ഇത് ചെയ്യുന്ന സമയത്തൊക്കെ കണ്ടിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വീട്ടിൽ കാർഡ്ബോർഡ് ബോക്സസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ മേക്കിംഗ്. സോ ഇതാണ് നമ്മുടെ 2 കാർഡ്ബോർഡ് ബോക്സ് ഉള്ളത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു കാർട്ടൺ ബോക്സ് ആണത്. സോ 2 നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഈ പ്ലേ ഹൗസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 കാർഡ്ബോർഡ് ബോക്സ് ഒരുമിച്ച് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഫ്ലാപ്സ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ എൻഡിലായിട്ട്, അതായത് റൂഫ് ഇങ്ങനെ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ഇങ്ങനെ വരണ്ടേ. അപ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മതി, അതിൻ്റെ 2 എൻഡ്സിലായിട്ട് നമ്മളിങ്ങനെ ഒരു സ്ലാൻഡിങ് ആയിട്ട് കട്ട് ചെയ്യണം. ഒരു 45 ഡിഗ്രിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതായത് 2 കാർഡ്ബോർഡ് ബോക്സ് എടുക്കുന്ന സമയത്ത് ഒരു ബോക്സിൻ്റെ ഒരു സൈഡ്, മറ്റേ ബോക്സിൻ്റെ മറ്റേ സൈഡ്, അങ്ങനെയായിരിക്കും ഫ്രണ്ടിൽ വരിക. അതേപോലെ തന്നെ ബാക്കിലും. ഓക്കെ, പിന്നെ ഈ ഓപ്പൺ സ്പേസസ് ഉണ്ടാവില്ലേ ഈ കാർട്ടിൻ്റെ ഫ്ലാപ്സ് തമ്മിൽ, അത് അടിയിൽ വരുന്ന ഭാഗം നമ്മൾ ഒട്ടിക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്തിരിക്കുന്ന സ്ലാൻഡിങ് പോർഷനിൽ നമ്മൾ അതിൻ്റെ തൊട്ട് സൈഡിലുള്ള ഫ്ലാപ്പ് ഒട്ടിക്കുക. അപ്പോൾ നന്നായിട്ട് ഇരുന്നോളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2 കാർട്ടൺ ബോക്സ് ഒരുമിച്ച് വെക്കുന്ന സമയത്ത് ഒരു പോയിന്റ് വരുമല്ലോ സെൻറ്ററിൽ, 2 കോമൺ ആയിട്ട് വരുന്ന സൈഡിൽ, അത് നമ്മൾ 2 സ്പേസും നമ്മൾ കട്ട് ചെയ്യണം. എന്നാലല്ലേ ഉള്ളിൽ നമുക്ക് സ്പേസ് ഉണ്ടാവുള്ളൂ. സോ അത് ഹോളോ ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. സോ നമ്മൾ എല്ലാ സൈഡ്സിലും അറൗണ്ട് ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ആ ഒരു സംഭവം കട്ട് ചെയ്യണം. ഇനി നമ്മൾ രണ്ടാമത്തെ കാർട്ടൺ ബോക്സിൻ്റെയും അതേപോലെ തന്നെ നമ്മൾ കട്ടൗട്ട് ചെയ്തിട്ട് എടുക്കണം. എന്നാലാണ് നമുക്ക് അത് അകത്ത് ആ ഒരു സ്പേസ് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളത് നീറ്റായിട്ട് മാർജിൻസ് വിട്ടിട്ട് ഒരു ഫ്രെയിം പോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചോദിച്ചാൽ ഈ 2 കാർട്ടൺ ബോക്സും കൂടിയിട്ട് ഒരുമിച്ച് ഒട്ടിക്കും. സോ നമുക്ക് അകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 2 സൈഡിലും സ്പേസ് ആയി. സോ ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 ബോക്സസും വെച്ച് കഴിഞ്ഞാൽ അകത്ത് കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് വ്യൂ. അപ്പോൾ 2 സ്പേസ് നമ്മൾ കട്ടൗട്ട് ചെയ്തത് കാണാൻ പറ്റുന്നില്ലേ? അതേപോലെ തന്നെ നമ്മൾ ആ സ്ലോപ്പി ആയിട്ട് വെച്ചത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഡോറ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വാതിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ തന്നെ സ്പേസ് വിട്ടിട്ട് നമ്മൾ മാർക്കിംഗ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് അപ്പോൾ കട്ട് ചെയ്യാം. ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ കട്ടൗട്ട് ചെയ്തിട്ട് വെക്കും. ഇത് കട്ട് ചെയ്യില്ല. ഇതാണ് നമ്മളതിൻ്റെ ഡോർ. അപ്പോൾ നമ്മളിത് ഡോറ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് എവിടെയാണ് ഡോറ് വരിക, എവിടെയാണ് ആ ഒരു കോമൺ സ്പേസ് വരിക, റൂഫ് എവിടെയാണെന്നൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്തിട്ട് നേരത്തെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫ്ലാറ്റ് സർഫസിൽ ഇട്ടിട്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് വരുന്നിടത്ത് വെച്ചിട്ട് പ്ലാൻ ചെയ്യാമെന്നുള്ളൊരു ഒരു ചെറിയൊരു ഐഡിയയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ നമ്മളിങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ബോക്സസ് 2 ഒരുമിച്ച് വെച്ചിട്ടുള്ളൂ എന്നേ ഉള്ളൂ, നമ്മൾ ഒട്ടിച്ചിട്ടില്ല. സോ നമ്മൾ ഫെവിക്കോളിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഈ ഒരു ഗ്യാപ്പിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളിത് ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സംഭവം. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഡോറും നമ്മളിങ്ങനെ കട്ടൗട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ 3 പോർഷൻസ് മാത്രമേ കട്ട് ചെയ്തത്, അതായത് മേലെയും സൈഡിലും പിന്നെ
അടിയിലും മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ ഓൾറെഡി ഒരു ക്രീസ് ഉണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് സുഖമായിട്ട് തുറക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബേസ് നമ്മൾ ഒട്ടിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോണേ. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെക്ഷനായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ റൂഫിങ്ങിൻ്റെ സ്പേസ് വിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി മേലെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഈ സ്ലാൻറ്റിങ് ആയിട്ട് ആദ്യം കട്ട് ചെയ്തത് നമ്മളിതിൽ ഫെവി ബോണ്ട് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്പേസിങ് നമ്മൾ വിട്ടിട്ടുണ്ട്. ഇത് കുറച്ച് ഹൈറ്റിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ഷോർട്ട് ആക്കിയിട്ടില്ല. പിന്നെ 2 പാർട്ടീഷനായിട്ടാണ് ഉള്ളത്. അത് നമുക്ക് ലാസ്റ്റ് നോക്കാച്ചിട്ടാണ്. പാർട്ടീഷൻ വേണ്ടാന്ന് വേണോന്ന് ലാസ്റ്റ് തീരുമാനിക്കാം. ഓക്കെ, ആൻഡ് ഇങ്ങനെയാണ്. ആൻഡ് ഈ ഒരു സെൻറ്റർ പോർഷനിൽ കൂടെ നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വിൻഡോസ് ചെയ്യണം, ബേസ് ഒട്ടിക്കണം, ആൻഡ് ഇതിൻ്റെ ലുക്ക് തന്നെ മാറ്റണം, ആൻഡ് റൂഫിംഗ് പരിപാടി ബാക്കിയാണ്. അപ്പം ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഒരാൾ ബിസി ആയിട്ടിരുന്നിട്ട് കുരങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ അതൊരു സൈഡിൽ നടക്കുന്നുണ്ട്. ഇങ്ങനൊരു ബോർഡ് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഒട്ടിച്ചത് ഇവിടെ സെല്ലോ ടേപ്പ് ചെയ്തിട്ടുണ്ട് സൈഡിൽ. നമ്മുടെ റൂഫ് ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ സെല്ലോ ടേപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്പേസസ് ഒട്ടിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഗ്യാപ്പ് വിടണം, എന്നിട്ട് വേണം നമ്മൾ ഒട്ടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട് ഇത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത് എൻ്റെ കയ്യിലുള്ള ഒരു പ്ലൈവുഡ് ഷീറ്റാണ്. സോ അതിൽ കുറച്ച് ഫെവി ബോണ്ട് ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഫ്രണ്ടിൽ 2 പോർഷനും കൂടി ജോയിൻ ചെയ്തിട്ടില്ലേ, അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അവിടെ നമ്മൾ ഈ ബോർഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസിൽ നമ്മൾ ബോർഡ് ഇൻസേർട്ട് ചെയ്തിട്ട് വെക്കുമ്പോൾ കുറച്ചും കൂടി സ്റ്റിഫായിട്ട് നിൽക്കും. ഒരു കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി നമ്മുടെ റൂഫ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. സോ ആ 2 സൈഡ്സിലും നമ്മൾ നന്നായിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഈവൻലി സ്പ്രെഡ് ചെയ്തതിന് ശേഷം വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്രയൊക്കെ ഫെവിക്കോൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്താണെങ്കിലും കുറച്ച് ടൈം ടേക്കിംഗ് തന്നെയാണ്. അത് കുറച്ച് നേരം അതിൽ ഒട്ടാൻ വേണ്ടി നമ്മൾ പിടിച്ച് നിൽക്കണം. ഓക്കെ, അപ്പോൾ 2 സൈഡും നമ്മൾ നന്നായി ആക്കിയതിന് ശേഷം സൂക്ഷിച്ച് കെയർഫുള്ളായിട്ട് കുറച്ച് സ്പേസ് മുന്നോട്ട് വന്നിട്ട് നിൽക്കുന്ന പോലെയാണ് നമ്മൾ ആ റൂഫ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വെക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് നമ്മൾ വേറൊരു പീസും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ബോർഡ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ വിൻഡോ വരയ്ക്കുകയാണ്. അപ്പോൾ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് 4 സെക്ഷൻസ് ആയിട്ട് വരയ്ക്കുകയാണ്. 4 സെക്ഷൻസ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ കട്ട് ഔട്ട് ചെയ്യുന്നത് ആകെ 2 പോർഷൻ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് എടുക്കുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോമൺ ആയിട്ട് വരുന്ന പോയിൻറ്റ് ഒരിക്കലും കട്ട് ചെയ്യരുത്. അപ്പോൾ 2 വലിയൊരു ഓട്ടയാവും. സോ അവിടെ ഒരു ചെറിയൊരു പോർഷൻ വിട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ സൈഡിലും നമ്മളൊരു ചെറിയൊരു വിൻഡോ കൊടുക്കുന്നുണ്ട്. 2 സെക്ഷനേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ കട്ടൗട്ട് ചെയ്തിരിക്കുന്ന വിൻഡോന് ഒരു ബോർഡറായിട്ട് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരു ചാർട്ട് പേപ്പറിൽ ആ ഒരു ഷേപ്പ് കട്ട് ചെയ്തിട്ട് നമ്മളൊരു ബോർഡർ പോലെ ഒട്ടിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് ഈ സെല്ലോ ടേപ്പൊക്കെ കാണുന്നതും കൂടിയിട്ട് നമ്മൾ ഈ ബോർഡർ ഒട്ടിക്കാം. ഇതാദ്യം ന്യൂസ് പേപ്പർ ഒട്ടിച്ചതാണ് കേട്ടോ. അത് ആദ്യം ഫുള്ള് ന്യൂസ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ഫ്ലോപ്പായിപ്പോയി. സോ നമ്മളിവിടെ ചാർട്ട് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളൊരു ഡാർക്ക് ബ്ലൂ ചാർട്ട് പേപ്പർ വെച്ചിട്ട് ഒരു പോർഷൻ ഒട്ടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഹാഫ് അങ്ങനെ അപ്പുറത്തെ സൈഡിലേക്ക് ഒട്ടിക്കണം. ഒറ്റ സ്ട്രെച്ചിന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരുന്നില്ല. നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളും വെച്ചിട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സെല്ലോ ടേപ്പ് മാർക്സ് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു റെഡ് ബോർഡർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഡോറിൽ. പിന്നെ അവിടെ കുറേ റൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ അടുത്ത പ്രോസസ്സ് ചെയ്യാൻ. സോ ഇത് മോൻ്റെ കുറേ ബുക്സിൽ നിന്ന് അവൻ കീറി വെച്ചിരിക്കുന്ന പേപ്പേഴ്സൊക്കെ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഇമേജസൊക്കെ നമ്മൾ എടുത്തിട്ട് യൂസ് ചെയ്യണം. അത് കളയാൻ തോന്നിയില്ല. സോ അതിൽ ഈ പേപ്പർ മാർക്സും റൈറ്റിങ്സൊക്കെ ഉള്ള ഭാഗത്ത് നമുക്കിത് ഒട്ടിച്ചിട്ട് കുറച്ചും കൂടി ബ്യൂട്ടിഫൈ ചെയ്യാം.
ഇനി നമ്മുടെ റൂഫിൽ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഡോറ് കുറച്ച് ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന പോലെ തോന്നി. അപ്പോൾ അത് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആര്യൻ്റെ കയ്യിൽ തന്നെ പെയിൻറ്റ് ആക്കിയിട്ട് അങ്ങനെ ആ ഒരു ഇംപ്രഷൻ അതിൻ്റെ മേലെ വരുത്താമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനും ഭയങ്കര ഇഷ്ടമായിപ്പോയി അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നന്നായി ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ബലൂൺസും കാര്യങ്ങളും വരച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു നമ്പർ എഴുതിയ ഭാഗത്ത് നമ്മളൊരു ചെറിയൊരു ഹാൻഡ് മെയ്ഡ് ഷീറ്റ് ഒട്ടിച്ചിട്ട് അവിടെ ആര്യന് പേരെഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആണ് നമ്മളത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതൊക്കെ അപ്പോൾ നമ്മുടെ വീടിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു. നമ്മുടെ പ്ലേ ഹൗസ് റെഡിയായി. ആര്യൻ പോയിട്ട് അത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അവൻ വിൻഡോസിൽ കൂടെയൊക്കെ നോക്കുകയാണ്, വീടൊക്കെ മൊത്തം എക്സ്പ്ലോർ ചെയ്യുകയാണ്. അപ്പോൾ അത് മൊത്തത്തിൽ ഭംഗിയായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് ചെയ്ത ഒരു പ്ലേ ഹൗസാണ് ഇത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു എഡ്ജിൽ നമ്മളിങ്ങനൊരു പൈപ്പിംഗ് പോലെ ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബോർഡറായിട്ട് നമ്മൾ ബ്ലാക്ക് ഈ ഒരു സ്പേസ് ആണ് കേട്ടോ. ഇതാണ് നമ്മൾ പാസേജ് വേ മേക്ക് ഓവറിന് യൂസ് ചെയ്ത അതേ സ്ഥലം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സെറ്റപ്പൊക്കെ നമ്മൾ മാറ്റിയിട്ട് കുറച്ചായി. അപ്പോൾ ഈ ഒരു സ്പേസിൽ നമുക്ക് ഈ വീട് കൊണ്ടുവന്ന് വയ്ക്കാം. അപ്പോൾ നമ്മൾ ആര്യൻ്റെ ടോയ്സൊക്കെ വെച്ചിട്ട് തന്നെ ആ ഒരു സ്പേസ് നമ്മൾ അറേഞ്ച് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഈ ഒരു മാറ്റ് ഞാൻ കാണിച്ചിട്ടില്ലേ, ഇത് എവിടെയെങ്കിലും യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേ. സോ ഞാനിത് വീടിൻ്റെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. അവൻ്റെ സാധനങ്ങളും ടോയ്സും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. സോ അവൻ്റെ ഒരു പ്ലേ ഏരിയ എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആര്യൻ ഹാപ്പിയാണ്. ആര്യൻ ആ സ്പേസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്കും നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കാർട്ടൺ ബോക്സസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുറച്ച് ടൈം ടേക്കിംഗ് ആണ് ഡെഫിനറ്റ്ലി, പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതേപോലെ തന്നെ അവരുടെ ടോയ്സൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് എന്താ പറയുക ഫ്രീ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഡെഫിനറ്റ്ലി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ബൈ.